ആത്മശക്തി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പന്തക്കുസ്ത തിരുനാൾ ഒരുക്കമായുള്ള ആത്മശക്തി ധ്യാനത്തിൻ്റെ 2ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നലെ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി, പുതിയൊരു പന്തക്കുസ്തയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളെയും പരിശുദ്ധാത്മാവെ കൂടുതൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ 2ാം ദിനം നമ്മൾ പ്രത്യേകമായി പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന ഒരു മേഖല. അനേക ജീവിതങ്ങൾ ധ്യാനം കൂടുന്ന സമയം, വ്യക്തിപരമായി പ്രാർത്ഥന ആവശ്യപ്പെടുന്ന സമയം അനേകരെ കാണുന്ന ഒരു ഉത്കണ്ഠയുണ്ട്, അനേകരെ കാണുന്ന ഒരു അസ്വസ്ഥതയുണ്ട്, അനേകരെ കാണുന്ന ഒരു നിരാശയുണ്ട്. പരിശുദ്ധാത്മാവിനെ എനിക്ക് ലഭിക്കുമോ എന്നൊരാശങ്ക. മാമോദീസ വഴി ദൈവാത്മാവിനെ കിട്ടിയതാണ്. സ്ഥൈലീവനം വഴി ദൈവാത്മാവിനെ നമുക്ക് ലഭിച്ചത്. ഈ ദൈവാത്മാവിൻ നിറവ് എനിക്ക് വീണ്ടും കിട്ടുമോ? എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? എനിക്ക് അതിനുള്ള അഭിഷേകമുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ ആത്മാവെന്ന് അറിയപ്പെടുമോ? എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ, ഇവരെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറയപ്പെടുമോ? ഈ ആശങ്ക നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നിറയപ്പെടുമോ എന്ന സംശയം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ സംശയങ്ങൾ, ഈ ആശങ്കകൾ, ഈ ആത്മശക്തി എന്ന ധ്യാനത്തിൻ്റെ 2ാം ദിനം നമ്മിൽ നിന്ന് എടുത്തു മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം പറയുന്ന ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇന്ന് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യാമറിയത്തോട് പറയുന്ന തിരുവചനമാണ്. ഇത് ദൈവത്തിൻ്റെ ഈ വചനം, മറിയത്തോട് പറയുന്ന ഈ വചനം, ഈ വചനം പരിശുദ്ധ അമ്മയോട് മാത്രമായി പറയുന്ന വചനമല്ല. ഈ വചനം എന്നോടും നിങ്ങളോടും കൂടി പറയുന്ന വചനമാണ്. ഇതെങ്ങനെ സംഭവിക്കും എന്നൊരു സംശയം പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നു. ഈ സംശയം നമ്മുടെ ജീവിതത്തിലില്ലേ? എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മ വരുമോ? ഞാൻ ഒരുപാട് കുറവുള്ള വ്യക്തിയല്ലേ? എൻ്റെ ജീവിതം നോക്കുമ്പോൾ ഒരുപാട് വീഴ്ചകളുണ്ടായിട്ടില്ലേ? നീ ഒരുപാട് പോരായ്മകൾ എൻ്റെ ജീവിതത്തിലില്ലേ? ഒരുപാട് തിന്മകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ? നീ അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മ നിറയുമോ? ഈ ആശങ്ക, ഈ ഉത്കണ്ഠയുണ്ടെങ്കിൽ നീ നല്ലൊരു കുമ്പസാരം നടത്തി കഴിയുമ്പോൾ നീ നമ്മൾ വിശുദ്ധനായിട്ട് മാറുകയാണ് കേട്ടോ. ഈ അഭിഷേകത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഈ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വചനം പറയുന്നു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ വചനം പല പ്രാവശ്യം ഇന്ന് ഉരുവിടണം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. ഈ വചനം പല പ്രാവശ്യം ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് വരുമോ, ആത്മാവിൻ്റെ അഭിഷേകം കിട്ടുമോ, ഈ ആശങ്ക, ഈ ഉത്കണ്ഠ ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവെന്നറിയപ്പെടുമ്പോൾ മാറിപ്പോകും. ഈ ഒരുക്ക ധ്യാനത്തിൻ്റെ പേര് പോലും ആത്മാവിൻ്റെ ശക്തി എന്നാണ്. ഇന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വചനം വായിക്കുമ്പോൾ നീ വചനം വീണ്ടും പറയുകയാണ്: അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ ആത്മാവ് ശക്തിയാണ് കേട്ടോ. ഈ ആത്മാവ് അഭിഷേകമാണ് കേട്ടോ. ഈ ആത്മാവ് ഒരു പവറാണ് കേട്ടോ. ഈ ആത്മാവിൻ്റെ ശക്തി നീ ഒരു വിദ്യയിലേക്ക് നിറയപ്പെട്ട് കഴിയുമ്പോൾ, ഒരു വിദ്യയിലേക്ക് ഈ ആത്മാവിൻ്റെ ശക്തി ആവസിച്ച് കഴിയുമ്പോൾ ആ വിദ്യയുടെ ചിന്തയിൽ മാറ്റം ഉണ്ടാകും, ആ വിദ്യയുടെ സംസാരത്തിൽ മാറ്റം ഉണ്ടാകും, ആ വിദ്യയുടെ പ്രവർത്തന ശൈലിയിൽ ഈ ശക്തി വലിയൊരു മാറ്റം വരുത്തും കേട്ടോ. നിരവധിയായ ധ്യാനങ്ങൾ കൂടുന്ന അനേകരുണ്ട്. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാറില്ല. എന്തുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരാതിരിക്കുക? എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ചിട്ട് ജീവിതശൈലിയിൽ മാറ്റം വരാതിരിക്കുക? തിരിച്ചറിയണം, ഈ ആത്മാവിൻ്റെ ശക്തി നിറയപ്പെടാതെ പോകുന്നതുകൊണ്ട്. ഈ ആത്മാവിൻ്റെ ശക്തി കടന്നു വന്നാൽ നീ നമ്മുടെ ശൈലിയിൽ മാറ്റം വരും, നമ്മുടെ ചിന്തയിൽ മാറ്റം വരും, നീ നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരും, നീ നമ്മുടെ അലസത എടുത്ത് മാറ്റപ്പെടും, നീ നമ്മുടെ പ്രാർത്ഥിക്കാനുള്ള അലസതയുണ്ടാകാം, പഠിക്കാനുള്ള അലസതയുണ്ടാകാം, ജോലിയുള്ള അസ്വസ്ഥതയുണ്ടാകാം. നീ മേലെല്ലാ അസ്വസ്ഥതകളും അലസതകളും ഈ ആത്മാവാകുന്ന ഈ ശക്തി നമ്മിലേക്ക് വന്ന് നിറയപ്പെടുമ്പോൾ നമ്മിൽ നിന്ന് മാറിപ്പോവുകയാണ്. അപ്പോൾ ഇന്നീ ദിവസം, ഈ ഒരുക്ക ധ്യാനത്തിൻ്റെ 2-ാം ദിവസം, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, എൻ്റെ പ്രിയപ്പെട്ടവരിൽ വരും, എൻ്റെ മക്കളിൽ വരും, എൻ്റെ മാതാപിതാക്കളിൽ വരും, എൻ്റെ കൂടപ്പിറപ്പുകളിൽ വരും,
ജീവിത പങ്കാളി വരും, എൻ്റെ സമയം വരും എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വചനം പറയും, ഇത് എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം, നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവേ. ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് കർത്താവായ യേശു പറയുന്നത് ഇത് ശക്തി എന്നാണ്. ഇത് ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാണ്. ഈ ശക്തിയാണ് നമ്മൾ അറിയപ്പെടണം. ഈ ശക്തിയുടെ അഭിഷേകം നമ്മൾ ജീവിതത്തിൽ കിട്ടണം. ഉടയാകിയാൽ ഈ ഒരു ധ്യാനത്തിന് 2-ാം ദിവസം നമുക്ക് ഇപ്രകാരം ആരാധനയെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ കിട്ടുമോ എന്ന ആശങ്ക, ഈ അഭിഷേകം വെളിപ്പെടുമോ എന്ന ഉത്കണ്ഠ, ഈ ആകുലതകൾ ഇതെല്ലാം മാറിപ്പോകാൻ വേണ്ടി ഈ ശക്തിയായി ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വന്ന് താമസിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാകുന്ന ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ശൈലിയിലും സ്വഭാവത്തിലും എല്ലാം ഈ ദൈവത്തിൻ്റെ ആത്മാവ് വലിയ മാറ്റം വരുത്തും. നമുക്ക് പരിശുദ്ധാത്മാവ് നിറയുന്നതായിട്ട് സ്വപ്നം കാണാം. ഈ വർഷം പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് വസിക്കുമെന്ന് വിശ്വസിക്കാം. പുതിയ പുതിയ കൃപകൾ, അഭിഷേകം ദൈവാത്മാവ് തരുമെന്ന് വിശ്വസിക്കാം. അസാധാരണമായ അഭിഷേകം, അസാധാരണമായ കൃപകൾ ഈ വർഷത്തെ പെന്തക്കോസ്ത് തിരുനാളിൽ നമ്മൾ വന്ന് നിറയും എന്ന ബോധ്യത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പെന്തക്കോസ്ത് ഒരു ധ്യാനത്തിൻ്റെ 2-ാം ദിനമായി ഇന്ന് തിരുവസ്തുരമായ ഈശോയെ ഞങ്ങൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഞങ്ങൾ വന്ന് നിറയും എന്ന വിശ്വാസം ഞങ്ങൾക്ക് തരണമേ എന്ന നിയോഗമാണ്. അനേക ദൈവമക്കളെ അലട്ടുന്ന വലിയൊരു ചിന്തയിൽ എന്നിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയും. എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ലഭിക്കുമോ? എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടാനുണ്ട്, അഭിഷേകം കിട്ടാനുള്ള യോഗ്യതയുണ്ട്. എന്നെ പോലുള്ള വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിന് ലഭിക്കില്ല. ഇപ്രകാരമുള്ള തിന്മയുടെ പൈശാചികമായ ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ നല്ല ദൈവത്തിൻ്റെ ആത്മാവെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ദൈവം എനിക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല, എന്നിരുന്നാലും ദൈവമേ ഞാൻ ദാഹിക്കുകയാണ്, ദൈവമേ ഞാൻ ആഗ്രഹിക്കുകയാണ്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമെന്ന്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറയുന്ന തിരുവചനം, ഈ വചനം വിശ്വസിച്ച് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ഓ, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയാണ്. ഈ ആത്മാവ് ഏത് വിധത്തിൽ വന്ന് ആവസിക്കുന്നു, ആ വിധിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുക, ആ വിധി വലിയ അഭിഷേകം വെളിപ്പെടുക, ആ വിധി വലിയ വിടുതൽ വെളിപ്പെടുക. ശക്തിയായ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി ഇനി വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ വരും, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വരും, സമൂഹത്തിന് മേൽ വരും, എൻ്റെ ഉറ്റവരിൽ വരുമെന്ന് വിശ്വസിക്കുക. ഈ അഭിഷേകം വെളിപ്പെടാൻ, ആത്മാവിന് ലഭിക്കാൻ തടസ്സങ്ങളെല്ലാം വിട്ടുപോകാൻ ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഭൂങ്ങായേ എന്ന് പരിശുദ്ധാത്മാവേ എന്ന് സ്തുതിച്ചു. ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന ആത്മാവ് നമ്മെ അഭിഷേകിക്കുന്ന മുട്ടുകുത്തി കാര്യങ്ങളെ കൂപ്പി ശിരസ് നമിച്ച് ഈശോയുടെ നാശമാതം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശ്വരേ ഈശ്വരേ
യേശുവേ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. വരവായി പുതു പന്തക്കുസ്ത